ഏത് കാരിത്താസ് പള്ളിയിൽ വരുന്ന ഏത് വികാരി അച്ഛനും കാരിത്താസ് രാവിലെ ഒരു കുർബാന എഴുതിയാൽ പിന്നെ വൈകുന്നേരം 5 മണി വരെ 5:30 വരെ കാരിത്താസിലെ ജോലിക്കാരനാണ്. പാസ്റ്റർ കെയറിൻ്റെ ഡയറക്ടറാണ് പുള്ളി. ബാക്കി എൻ്റെ കീഴോട്ടുള്ള ബാക്കി അച്ഛന്മാരെല്ലാം ജിനുകാലി ജോയിൻറ്റ് അത് ഡയറക്ടറാണ്. അത് പാസ്റ്റർ കെയറും മറ്റത് ആശുപത്രി അത് അഡ്മിനിസ്ട്രേഷനാണ്. ഞാൻ പറയുന്നത് ഓരോ കുടുംബത്തെ ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഓരോ വീട് വഴി കയറി അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടൊക്കെ. അപ്പോൾ പിന്നെ ഇതുകൊണ്ടാണ് ജനമെല്ലാം ഇപ്പോൾ ഈ വിശ്വാസം, ഞാൻ പറഞ്ഞ എന്നാന്നറിയാം, മനുഷ്യൻ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് വിശ്വാസി എന്നതാ, ഈ ആത്മീയത എന്നതാ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് കരയുക എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഈ പ്രശ്നകാരി അച്ഛൻ്റെ ഒരിക്കൽ മാർച്ച് 9 ഞാൻ കുർബാന കഴിഞ്ഞിട്ട് അച്ഛൻ്റെ മുറിയിൽ ചെന്ന് എൻ്റെ മകൾക്കും പിള്ളേർക്കും വേണ്ടിയിട്ട് ഒരു കുർബാന ഉപദേശിച്ച് എല്ലാം പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു ഇവിടെ വേണ്ട, അവരത് അവിടെയെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പോയി. അതുകൊണ്ട് ഞാൻ നിർത്തി, പിന്നെ എൻ്റെ പള്ളിയിൽ ഞാൻ പോയിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ കാരിത്താസ് പള്ളിയിലോ കാരിത്താസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലോ മാതാവ് ഹോസ്പിറ്റലിലോ എന്നെ ആരെങ്കിലും ബോധമില്ലാതെ എടുത്തുകൊണ്ട് പോയാലല്ല ഞാൻ പോയില്ല.